നമസ്കാരം. മലേഷ്യയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരുപാട് തമിഴ് സംസാരിക്കുന്നവരും ഒരുപാട് ഹിന്ദു ക്ഷേത്രങ്ങളും ഉണ്ട്. അതിൽ ലോകത്തിലെ ഏറ്റവും വലിയ മുരുകന്റെ പ്രതിമയുള്ളത് ഇവിടെ തന്നെയാണ്. ബാത്തു കേവ്സ് എന്ന സ്ഥലത്താണ് അതൊക്കെ സ്ഥിതി ചെയ്യുന്നത്. കോലാലംപൂർ നഗരത്തിൽ നിന്നും 14 കിലോമീറ്റർ മാറിയിട്ടാണ് ആ സ്ഥലം വരുന്നത്. ഇന്ന് ഞങ്ങൾ അവിടേക്കാണ് പോകുന്നത്. രാവിലെ ഇപ്പോൾ 8:20 ഞങ്ങളിപ്പോൾ സെൻട്രൽ മാർക്കറ്റിന്റെ ഭാഗത്താണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്നത് മെട്രോ സ്റ്റേഷന്റെ ഭാഗത്തേക്കാണ്. ഇവിടുന്ന് വളരെ അടുത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ. ഇതുവഴി തന്നെ മെട്രോ പോകുന്നത് കാണാം. ഇതിലൂടെ ഡബിൾ ഡെക്കർ ബസ്സുകൾ വരുന്നത് കാണാം. ഞങ്ങൾ മെട്രോ കയറുന്നത് KL സെൻട്രൽ മെട്രോ സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ അത് ഏകദേശം നടന്നെത്താനായി. സെൻട്രൽ മാർക്കറ്റിൻ്റെ അവിടെയും മെട്രോ ഉണ്ട്, പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് കയറുന്നില്ല. രാവിലെ കുറച്ച് നടന്നിട്ട് മെട്രോ കയറാമെന്ന് കരുതി. KL സെൻട്രലിലെത്തി. ഏറ്റവും താഴെയാണ് ബസ്സുകൾ നിർത്തുന്ന ഒരു ഭാഗമുള്ളത്. ഗെറ്റിംഗ് ഹൈലാൻഡ്സിലേക്കൊക്കെ ഉള്ള ബസ്സൊക്കെ ഇവിടെ നിന്നാണ് കിട്ടുക. ഇനിയിപ്പോൾ ഇവിടുന്ന് മുകളിലേക്ക് കയറണം. അവിടെയാണ് നമ്മുടെ മെട്രോ സ്റ്റേഷനൊക്കെ വരുന്നത്. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കയറി. ഇത് അത്യാവശ്യത്തിന് നല്ലൊരു ഏരിയ ആണ്. ഇനിയിപ്പോൾ മെട്രോ എവിടെയാണെന്ന് നോക്കണം. റാപ്പിഡ് KL അത് തന്നെയാണ് മെട്രോ ഒക്കെ വരുന്നത്. അത്യാവശ്യം ഒരുപാട് ഷോപ്പുകളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒരുപാട് ATMകളുണ്ട്, മണി എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഷോപ്പുകളുണ്ട്. അങ്ങനെ എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഫുഡ് കോർട്ടും ഉണ്ട്. ഇവിടെ ടാക്സിനെ പറഞ്ഞത് എങ്ങനെയാ അറിയാം? ടെക്സി അങ്ങനെയാണ്. ബാത്തു കേവ്സിന്റെ ഭാഗത്തേക്ക് പോകുന്ന മെട്രോയുടെ ടിക്കറ്റിന് ഇവിടെ കൗണ്ടർ തന്നെയുണ്ട്, മെഷീനുകളില്ല. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കാം. ഞങ്ങൾക്ക് ഉണ്ടല്ലോ ഓൾറെഡി ഇന്റർനാഷണൽ ഡെബിറ്റ് കാർഡ് ഉണ്ട്. ഞങ്ങൾ കാർഡ് വെച്ചിട്ടാണ് ടിക്കറ്റ് ഒക്കെ എടുത്തത്. ഒരാൾക്ക് വന്ന് ചാർജ് പറയുകയാണെങ്കിൽ 2.60 റിംഗറ്റ് ആണ് വന്നത്. നമ്മുടെ ടിക്കറ്റ് ഉണ്ടല്ലോ, അതിവിടെ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മാത്രം മതി. ഗേറ്റ് ഓപ്പണായി. നേരെ ഇതാ ഇങ്ങോട്ട് പോവാം. 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് KL സെൻട്രൽ നമ്മളിപ്പോൾ ഇവിടെയാണുള്ളത്. ഇത്രയും സ്റ്റേഷനുകൾ കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് ബാത്തു കേവ്സ് വരുന്നത്. അപ്പോൾ ഇത് പിന്നെ 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന കുറച്ച് സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതുവഴി ഇനി ഇറങ്ങി പോവാം. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലാന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ സീറ്റിംഗ് ഒക്കെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓരോ കോച്ചും ലേഡീസിന് സെപ്പറേറ്റ് തന്നെ ഉണ്ട്. അതൊഴികെ ബാക്കി ഏതിലെങ്കിലും നമുക്ക് കയറാം. ഇതൊക്കെ ലേഡീസാണ്, ലേഡീസ് ഓൺലി കോച്ചാണ്. ഇതും ലേഡീസ് ഓൺലി കോച്ചാണ്. അപ്പോൾ അടുത്തതായിരിക്കും നമ്മുടേത്. ഇങ്ങനെയുള്ള സീറ്റിംഗ് ഉണ്ട്. ഇതുപോലുള്ള സീറ്റിംഗ് ഉണ്ട്. ഞങ്ങളിതാ ഈ ഭാഗത്തിരുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് 9:17 ആകുമ്പോൾ മാത്രമേ ഈ ഒരു മെട്രോ എടുക്കുള്ളൂ. അതുവരെ എന്തായാലും ഇവിടെ നിർത്തും. കോലാലംപൂർ എന്നൊരു മെട്രോ സ്റ്റേഷനാണിത്. ഇപ്പം പുറത്തേക്ക് ഇറങ്ങിയത് അവിടെ ഒരു ട്രെയിനെ കാണാം. നമ്മുടെ ടിക്കറ്റ് ചാർജ് ഓൾറെഡി പറഞ്ഞല്ലോ. ഇന്ത്യൻ രൂപയിലേക്ക് അത് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 62 രൂപേൻ്റെ അടുത്താണ് വരിക. ചീപ്പ് തന്നെയാണ്, വലിയ പൈസയൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഈ KL സെൻട്രലിൽ നിന്ന് തന്നെ എയർപോർട്ടിലേക്കുള്ള സർവീസും ഉണ്ട്. അതുപോലെ തന്നെ മോണോ റെയിലും ഉണ്ട് അവിടെ. ഈ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഇതിനെ മെട്രോ എന്ന് പറഞ്ഞ് എവിടെ എഴുതിയിട്ടില്ല. എല്ലായിടത്തും കൊമ്മോട്ടർ എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു കയറിയതിൻ്റെ അതിൽ മെട്രോ എന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ ഭാഗത്ത് അങ്ങ് നോക്കുവാണെങ്കിൽ KL ടവർ കാണാം. അതൊരുപാട് ദൂരെയാണ്. ഇപ്പോൾ വെയിലാണ് ഈ ഭാഗത്ത്. അങ്ങ് പുറയിലായിപ്പോയി. ഇപ്പോൾ ശരിക്കും ഒരു AC സബർബൻ ട്രെയിൻ തന്നെയാണിത്. വലിയ സ്പീഡൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ആ ഒരു ട്രാക്കൊക്കെ കാണാം ഇവിടെ. മെട്രോൻ്റെ ആ ഒരു സ്പീഡും അതിൻ്റെ ആ ഒരു ട്രാക്കൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇതൊരു സബർബൻ. 9:47, അതായത് 9:17 യാത്ര തുടങ്ങിയത്. കറക്റ്റ് അരമണിക്കൂർ തന്നെയാണ് യാത്ര. ബാത്തു കേവ്സ് സ്റ്റേഷനാണിത്. ഇവിടെ ട്രെയിൻ വന്ന് നിർത്തി, ആൾക്കാർ ഇറങ്ങി. ആ സ്പോട്ടിൽ തന്നെ ഡോറൊക്കെ ക്ലോസ് ആയി. ഇനിയിപ്പോൾ ഇതുവഴി നേരെ പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ എസ്കലേറ്റർ ഇല്ല, അത് വർക്കിംഗ് അല്ല.
ഇവിടെ ടിക്കറ്റ് കൗണ്ടർ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയത് കാണാം. അതിൻ്റെ മുകളിൽ എഴുതിയത് കണ്ടോ, കൗണ്ടർ ടിക്കറ്റ്. നമ്മൾ ഇംഗ്ലീഷ് അറിയാത്ത ഒരു കാലത്ത് കുറച്ചിങ്ങനെ അക്ഷര തെറ്റൊക്കെ കൂടി എഴുതൂലേ, നമ്മളായിട്ട് ഉണ്ടാക്കി എഴുതൂലേ, അതുപോലെ തന്നെയാണ് ഇവിടെ കണ്ടപ്പോൾ തോന്നിയത്. ഇനിയിപ്പോൾ ഇതുവഴിയാണ് പുറത്തേക്ക് ഇറങ്ങാനുള്ളത്. ഇറങ്ങി വരുന്ന ഇവിടെ തന്നെ കുറച്ച് ചെറിയ ഷോപ്പുകളൊക്കെ കാണാം. മനു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു മെട്രോ അല്ല, അതായത് ഒരു സബർബൻ ട്രെയിനാണെന്ന് പറയാം. അതായത് AC ആയിട്ടുള്ളത്. ഇതിന് പറഞ്ഞ പേര് KTM കൊമൂട്ടർ എന്നാണ്. എന്താണ് KTM എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഫുൾ ഫോം വരുന്നത് കെരറ്റാപ്പി തന മെലായു എന്നാണ് പറയുക. അതായത് 1995 സമയത്ത് ഇതേപോലെ വൈദ്യുതീകരിച്ച ഇതേപോലെയുള്ള ട്രെയിനുകളാണ് ആ സമയത്ത് ഓടി തുടങ്ങിയിട്ടുണ്ടായത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടൈമിംഗ് ബാത്തുക്കേവിലേക്ക് പറയുകയാണെങ്കിൽ KL സെൻട്രലിൽ നിന്ന് രാവിലെ 6:46 ആദ്യത്തെ വണ്ടി ഉള്ളത്. അത് സാധാരണ ദിവസങ്ങളിൽ മാത്രമാണ്. വീക്ക് ഡേയ്സിലാണെങ്കിൽ 7:56 ആദ്യത്തെ വണ്ടി. അവസാനത്തെ വണ്ടിയാണെങ്കിൽ എല്ലാ ദിവസങ്ങളിലും ലാസ്റ്റും രാത്രി 11:06 വരിക. കൂടാതെ തന്നെ നമ്മളിപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണെങ്കിൽ അവസാന വണ്ടി രാത്രി 10:10 സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട്, ഗ്രാബ് തന്നെ ഒരുപാടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മുടെ പ്രതിമയൊക്കെയുള്ള ഒരു ഭാഗത്തേക്ക് 400 മീറ്റർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാ ഈ പുറത്തായാലും ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതുവഴിയാണ് ഇനിയിപ്പോൾ നടന്നു പോകുന്നത്. ഇവിടെ പാൻറ്റും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തന്നെ പോവാം. ഇപ്പോൾ നമുക്കിനിയിപ്പോൾ ഈ ഭാഗത്തേക്കാണ് പോകാനുള്ളത്. ഇവിടെ തന്നെ ഇതാ ഹനുമാൻ്റെ വലിയൊരു പ്രതിമയാണ് നമ്മൾ വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത്. നെഞ്ച് പിളർന്നുള്ള ആ ഒരു കാഴ്ചയില്ലേ ശ്രീരാമൻ്റെ, എന്തായാലും അടിപൊളി ഒരു പ്രതിമ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതാ ഈ ഭാഗത്തൊക്കെ വലിയ വലിയ പാറകളാണ്. നല്ല വെയിലും വന്നു തുടങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ ഒരു മുൻഭാഗത്തേക്ക് നമുക്ക് കുറച്ച് നടക്കാം. ആദ്യം ഈ ഒരു സൈഡ് നമുക്ക് കാണാം. ശ്രീ രാമായണ കേവ്, ബാത്തു കേവ്സ്. ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തു. എത്ര ആയത്? 30 റിംഗറ്റ് 2 പേർക്ക്. 2 പേർക്ക് 30 റിംഗറ്റ് അല്ലേ? അപ്പോൾ ഇതാ രാമായണ കേവിലേക്ക് കയറി വരുന്ന ഇവിടെ തന്നെ കുറച്ച് കുതിരകളുടെ ഒരു സ്റ്റാച്ചു ആണ്. പിന്നെ ഇവിടെ തന്നെ ഉള്ളത് മഹാവിഷ്ണുവിൻ്റെ ഒരു സ്റ്റാച്ചു ആണ്. ഇവിടെ തന്നെ ഒരു സുദർശന ചക്രമൊക്കെ കാണുന്നുണ്ടല്ലോ. പിന്നെ ഇവിടെയൊക്കെ അടിപൊളിയാണ്. ഇനിയിപ്പോൾ കേവിലേക്കുള്ള എൻട്രി ഇതാ ഇതുവഴിയാണ്. ഇതിൻ്റെ അകത്ത് വീഡിയോഗ്രാഫി അലൗഡാണ്. അതാണ് ഞങ്ങൾ ആദ്യം ചോദിച്ചത്. ഓ ഇതൊരു അടിപൊളി കേവ് തന്നെയാണല്ലോ. എല്ലായിടത്തും നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഇതിലൂടെയൊക്കെ വെളിച്ചൊക്കെ കടന്നു വരും. ഇത് നല്ലൊരു പോയിന്റാണ് കേട്ടോ. ഇതാ ഇതുവഴിയാണ് നടന്നു പോകാനുള്ളത്. അതിലൂടെയൊക്കെ ഒരു ഗ്യാപ്പുണ്ട്, പക്ഷെ പോകാൻ പറ്റില്ല. ഇങ്ങോട്ട് പോവാം. തല മുട്ടാതെ നോക്കണം. ദാ ഇവിടെ ഇങ്ങനൊരു ഗ്യാപ്പുണ്ട്. കേവിന്റെ ഈ ഭാഗത്തെത്തിയല്ലോ. ഇതാ ഇതിലൂടെയാണ് വെള്ളമൊക്കെ ഒഴുകി വരുന്നത്. അതായത് ഈ വെള്ളം ഒഴുകി വരുന്നൊരു ഭാഗം കണ്ട എന്ത് ഭംഗിയല്ലേ. വെള്ളം എന്നിട്ട് നേരെ ഇങ്ങനെ താഴോട്ട് പോകും. ഒരുപാട് മുകളിൽ നിന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്. അപ്പോൾ ഒരുപാട് മുകളിലേക്ക് കയറുമ്പോഴാണ് ഗുഹയുടെ നല്ല കാഴ്ചകളൊക്കെ കാണാനായി സാധിക്കുന്നത്. ഇനി നേരെ ഇതാ ഇങ്ങോട്ടാണ് കയറുന്നത്. നല്ല ഹൈറ്റിലേക്ക് തന്നെയാണ് ഇപ്പോൾ കയറി കയറി പോകുന്നത്. കുത്തനെയുള്ള സ്റ്റെപ്പാണ്. പിന്നെ അധികം വലിയ കിതപ്പുണ്ടാവില്ല. ഇവിടെ നല്ല തണുപ്പാണ്. തണുപ്പുണ്ടായതുകൊണ്ട് തന്നെ സുഖമായിട്ട് കയറാം. ഏറ്റവും മുകളിൽ ശിവന്റെ വലിയൊരു പ്രതിമയാണുള്ളത്, ആ ഒരു വെള്ളമൊക്കെ ഒഴുകി വരുന്ന ഭാഗത്ത്. ഇതിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ കയറി വന്ന വഴി ഇതാണ്. വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു വഴി തന്നെയാണിത്. ഇനി ഇവിടുന്ന്
നേരെ പുറത്തേക്ക് തന്നെയാണ് ഇറങ്ങുന്നത്. ശശി ഗുഹയുടെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും വലിയ തിരക്കില്ലാതെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറാനായി സാധിച്ചു. നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഈ ഗുഹേൻ്റെ അകത്തേക്കും കയറാം കേട്ടോ. കാരണം അത്രയും കാണേണ്ട നല്ല കാഴ്ചയുണ്ട്. പക്ഷേ പൈസ കുറച്ച് കൂടുതലാണ്. ഒരാൾക്ക് 400 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ടല്ലോ ടിക്കറ്റ് ചാർജ്. നമ്മൾ കയറിയ ആ ഒരു വലിയൊരു ഗുഹ ഇതാണ്. പിന്നെ ഇവിടെ തന്നെ സരസ്വതി ദേവിയുടെ ഒരു പ്രതിമ കൂടെ കാണാം. ഇനി ഇതിലൂടെ ഞങ്ങൾ ഇറങ്ങുവാണേ അടുത്ത ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്കും ഇവിടുത്തെ വലിയ മുരുകൻ്റെ പ്രതിമയില്ലേ അവിടത്തേക്കും പോവാം. വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള വലിയൊരു സ്പേസ് ഉണ്ട് ഇവിടെ. പിന്നെ ഈ ഭാഗത്തൊക്കെ നല്ല വൃത്തിയാണ്. പിന്നെ ഇവിടെ കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ കാണാം. അതായത് ഈ വലിയൊരു ഗുഹയുടെ താഴെ ഭാഗത്താണിത്. മുരുകൻ്റെ പ്രതിമയുള്ളത് ഈ ഭാഗത്തേക്കാണ്. കാരണം ഇവിടെ വന്നിട്ട് കൂടുതൽ ആൾക്കാരും കാണുന്നൊരു കാഴ്ച അത് തന്നെയാണ്. ഗുഹയിലേക്കും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കയറുള്ളൂ. കാരണം ടിക്കറ്റ് ചാർജ് കുറച്ച് കൂടുതലായതുകൊണ്ട്. നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. പിന്നെ ഇവിടെ കയറാം. നല്ല തിരക്കാണ് ഇവിടെ. നമ്മളിവിടെ റെസ്റ്റോറൻറ്റ് അകത്ത് കയറിയേ. നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഓർഡർ എടുക്കാൻ വേണ്ടി വരും. നല്ല തിരക്ക് തന്നെയാണ് ഇവിടെയൊക്കെ. ഇവിടെ ഒരുപാട് ഫോട്ടോകളുണ്ട്. അവിടെ കഥകളിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, ആനയുടെ ഒരു ഫോട്ടോ ഉണ്ട്, ആദ്യമൊക്കെ അതായത് ശിവന്റെ ഒരു ഫോട്ടോ കാണാം. പിന്നെ ഇതേ നമ്മുടെ മുത്തപ്പൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ഇതാ മലേഷ്യയിൽ. ഞങ്ങൾ ഇവിടുന്ന് കഴിക്കുന്നത് ഇഡ്ഡലിയാണ്. 2 ഇഡ്ഡലി ഉണ്ട്, ചട്നി ഉണ്ട്, സാമ്പാറും കാണാം. 12 റിങ്കറ്റാണ് ആകെ ഭക്ഷണത്തിനായത്. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി നമ്മൾക്ക് നേരെ ലോകത്തിലെ ഏറ്റവും വലിയ മുരുകൻ്റെ പ്രതിമ കാണാൻ പോകാം. ഇവിടെ തന്നെയാണ് പ്രതിമ ഉള്ളത്. പിന്നെ ഇവിടെ ഒരു സെൽഫി പോയിന്റ് ഒക്കെ ഉണ്ട്. ഈ ഭാഗത്താണ് ബസ്സൊക്കെ വരിക. അതാ അങ്ങ് അവിടെ ബസ്സൊക്കെ വന്ന് നിർത്തിയിരിക്കുന്നതൊക്കെ കാണാം. നിങ്ങൾ ബസ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് പിന്നെ നേരെ ഇങ്ങോട്ടാണ് പോവുക. ആ ഭാഗത്ത് ഞങ്ങൾ നേരെ പോയത് ഇതാ അവിടുന്ന് ആ ഒരു കേവൊക്കെ കണ്ടിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്. എന്നിട്ടാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ തുടങ്ങി നേരെ മുകളിലേക്ക് പോകുന്നത്. ഇവിടെയാണ് പ്രധാനപ്പെട്ട കേവ് ഉള്ളത്. ആ മുകളിലേക്ക് കയറി പോകുന്ന സ്റ്റെപ്പൊക്കെ കാണുന്നില്ലേ? അതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് നമ്മുടെ ഷൂ ഊരി വെക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് നല്ലൊരു സ്ഥലം നോക്കി വെക്കാം. മലേഷ്യയിലെ തന്നെ മതപരവും സാംസ്കാരികമായ പ്രധാനപ്പെട്ട ഒരു ഇടം തന്നെയാണ് ബാത്തു കേവ്സ് എന്ന് പറയുന്നത്. എൻ്റെ പിറകിൽ കാണുന്ന ഇത് തന്നെയാണല്ലോ ലോകത്തിലത്തെ ഏറ്റവും വലിയ മുരുകപ്രതിമ. 2006 ഇത് ഓപ്പൺ ആയത്, അതായത് പണിയൊക്കെ പൂർത്തിയായത്. 42.7 മീറ്ററാണ് ഇതിൻ്റെ ഉയരം വരുന്നത്. ഇനി നമ്മൾ പിറകിൽ കാണുന്ന ഒരു പടിക്കെട്ടുകളില്ലേ, അത് കയറിയിട്ടാണ് പോകുന്നത്. ഏകദേശം എന്താ പറയുക, ഒരുപാട് കയറാനുണ്ട്. 272 പടികളാണ് കയറാനുള്ളത്. കുത്തനെയുള്ള പടികളാണത്. ആ പടികൾ കയറുന്നതിന് മുന്നേ ഞങ്ങളിതാ ഈ ഭാഗത്തായിട്ട് ഷൂ അഴിച്ചു വെക്കാനാണ് ഒരു പ്ലാൻ. അത് കയറുമ്പോൾ വലിയ വെയിലൊന്നും എന്തായാലും ഉണ്ടാവില്ല. കാരണം ഒരു തണൽ കാണുന്നുണ്ട്. ഇവിടെയായിട്ട് വെക്കാം. എന്തായാലും ഷൂ ഒക്കെ തിരിച്ചു കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലേ? അത് വെച്ചാൽ മലേഷ്യയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പുതിയ ഷൂ ആണ് വാങ്ങിയത്. കുഴപ്പമില്ല, പോകുന്നില്ല. ഇപ്പം ഇവിടെ ഒരുപാട് ഷൂകൾ ഉണ്ടല്ലോ. ഈ ഭാഗത്ത് എവിടെയെങ്കിലും വെക്കാം. അതാ ഇവിടെ ആയിട്ട് വെക്കാം. ഞാൻ പറയുന്നത് ഒരു ഷൂ കൗണ്ടർ വെക്കണമായിരുന്നു. അത് ചെറിയ പൈസ വാങ്ങിയാലും വലിയ തിരക്കേടില്ലായിരുന്നു. അതെ അതെ, ആരും വിശ്വസിക്കാൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും. അത് ഇത്രയും വലിയൊരു സ്ഥലത്ത് അതില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഇവിടെ വ്യക്തമായി തന്നെ കാണുന്നുണ്ട്. ഇവിടെ ഒരു വേസ്റ്റ് ബിൻ ഉണ്ട്. അതിൻ്റെ ഈ ഭാഗത്ത് ഇതാ ഇങ്ങനെ ഞങ്ങളുടെ ഷൂ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും തിരിച്ചു കിട്ടുമായിരിക്കും. ആരെടുക്കാനല്ലേ ഷൂ അല്ലോ. ഇനിയിപ്പോൾ നേരെ ഇതിലൂടെ അകത്ത് കയറാം. ഞങ്ങളിവിടെ ഷൂ ഒക്കെ അഴിച്ചു വെച്ചതാണേ. ഇതിലൂടെ ഒരാൾ വന്നു. അദ്ദേഹത്തിനോട് ചോദിച്ചു ഇവിടെ ഷൂ അല്ലെങ്കിൽ നമ്മുടെ ചെരുപ്പ് വെക്കാൻ സ്ഥലമുണ്ടോയെന്ന്. അവർ പറഞ്ഞു ഷൂ അഴിച്ചു വെക്കേണ്ട ഒരു കാര്യമില്ല, ഇത് തന്നെ ഇട്ടിട്ട് പോവാന്ന്. എന്നാ പോവാല്ലേ? അല്ല, ആ ബാഗ് എടുക്കുന്നില്ലേ? അങ്ങനെ മറക്കും. അതൊക്കെ ശ്രദ്ധിക്കണം. പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ അതിലാണ് ഉള്ളത്. ഇപ്പോൾ സുഖമായിട്ട് പോവാം. കുറേ ആൾക്കാർ ഇവിടെ ചെരുപ്പൊക്കെ അഴിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ വെക്കേണ്ടി വരുമെന്ന്. കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റെപ്പുകൾ തുടങ്ങുന്നത്. അപ്പോൾ ഇത് കുത്തനെയുള്ള ഒരു പടിക്കെട്ടുകളാണ്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വെയിൽ വരില്ല. കാരണം ഈ ഒരു വലിയൊരു പാറയുടെ ആ ഒരു
ഇവിടെ ആയതുകൊണ്ട് സുഖമായിട്ട് പോവാം. ഇത്രയും കയറിയ ഈ ഭാഗത്തുനിന്ന് ഇവിടെയാണ് മുരുകൻ്റെ ആ ഒരു വലിയ പ്രതിമ. മുന്നിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു നല്ലൊരു വ്യൂ കിട്ടുക. അപ്പോൾ കാൽപാദത്തിൻ്റെ ആ ഒരു കാഴ്ചയും അതൊക്കെ കാണാം. പിന്നെ അവിടെ ഏറ്റവും മുകളിലുള്ളത് വലിയൊരു ഗുഹയാണ്. ഈ കുത്തനെയുള്ള കയറ്റം കയറുമ്പോൾ നല്ല രീതിയിലുള്ള കതപ്പാണ്. കാരണം ശക്തമായ വെയിൽ കൂടെ വന്നല്ലോ. അതിരാവിലെ വരുവാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവട്ടില്ല. അതുപോലെ കുറച്ച് വെയിലൊക്കെ വന്നതിന് ശേഷം വരാമെന്ന് കരുതി വന്നു തന്നെയാണ്. രാവിലെ 6 മണിക്കാണ് ഇത് ഓപ്പൺ ആവുക. ആ സമയത്ത് തന്നെ വരുവാണെങ്കിൽ സുഖമായിട്ട് കയറാം. ഈ ഭാഗത്ത് എത്തുമ്പോൾ തന്നെ കോലാലംപൂർ നഗരത്തിന്റെ ഒരു വലിയൊരു കാഴ്ച കാണാം. ഒരുപാട് പുറകിലായി വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ. ഈ ഭാഗത്താണ് നേരത്തെ പറഞ്ഞ ഒരു ബസ് സ്റ്റാൻഡ്. ഇവിടെ ധാരാളം കുരങ്ങന്മാരുണ്ട്. ഒരുപാട് പേര് ഇതിന് ഇവിടുന്ന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതാ ഈ കുരങ്ങന്മാരെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് എടുത്തോണ്ട് ഓടുവങ്ങ്. ഇനിയിപ്പോൾ ഇത്രയും കൂടെ കയറാനുള്ളൂ. ഏകദേശം നമ്മൾ കയറി ഏറ്റവും മുകൾ ഭാഗത്തെത്തി. ഞങ്ങളിതാ ഇപ്പോൾ ഇത്രയും കയറി. ഇനി കുറച്ചും കൂടെ കയറാനുണ്ട്. നവീനൊക്കെ ഇതാ ഇവിടെ റെസ്റ്റ് എടുക്കാണ്. പതിയെ കയറിയാൽ മതി കേട്ടോ. ഇനിതാ നമ്മൾ ഏകദേശം കയറി കഴിഞ്ഞു. ആ ഒരു ടോപ്പ് ഏരിയയിലേക്ക് ഇതാ എത്തി. ശരിക്കും നിന്ന് വരുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പം വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒറ്റയടിക്ക് കയറുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത് അല്ലേ? റെസ്റ്റ് ചെയ്ത് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതിൻ്റെ മുകളിലെത്തിയപ്പോഴുള്ള കാഴ്ച ഇതാ ഇങ്ങനെയാണ്. പണ്ട് വെള്ളമൊക്കെ വന്ന ആ ഒരു ഭാഗത്തിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ ഇത്. ഇങ്ങനെ ഇതാ. പിന്നെ ഇവിടെയൊക്കെ എല്ലാവരും ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും തന്നെയാണ്. നേരെ മുൻഭാഗത്തേക്കാണ് പോകാനുള്ളത്. പിന്നെ ഇവിടെ കയറണമെങ്കിൽ ടിക്കറ്റ് ചാർജ് ഒന്നുമില്ല കേട്ടോ. നേരത്തെ നമ്മൾ കയറിയ അവിടെയാണ് വലിയൊരു ടിക്കറ്റ് ചാർജ് ഉണ്ടായത്. ഇതിൻ്റെ മുകളിൽ വരെ ഇതാ ഷോപ്പുകളുണ്ട്. ഇതിനെന്തായാലും ഒരു എക്സ്ട്രാ പൈസ എന്തായാലും വാങ്ങിക്കും കേട്ടോ. കാരണം ഈ ഒരു മുകളിലേക്ക് എത്തിക്കുന്നതാണല്ലോ. പിന്നെ ഇവിടെ ഇതാ ഒരുപാട് പ്രതിമകളൊക്കെ കാണാം. ഇനിതാ ഈ ഭാഗത്തേക്കാണ് ഇറങ്ങാനുള്ളത്. എനിക്ക് തോന്നുന്നു ഇതൊരു വലിയൊരു കോംപ്ലക്സ് തന്നെയാണ് ഇതിൻ്റെ മുകളിൽ. അതായത് ഈ ഒരു ഗുഹയുടെ അകത്ത്. ശരി, ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. ഇത്രയും വലിയൊരു ഗുഹേൻ്റെ മുകളിൽ മുരുകൻ്റെ ഒരു ക്ഷേത്രം. എൻ്റെ പൊന്നു, ഇതൊന്ന് നോക്കിയേ. ഈ ഒരു ഗുഹയുടെ അകത്ത്, അതായത് ഇത്രയും വലിയ ഒരു ഗുഹ. ഇതിൻ്റെ മുകൾ ഭാഗം ഇനിയും നോക്കിയാൽ കാണില്ല കേട്ടോ. ഇതാ ഇവിടെ പാൽക്കുടം വേ എന്ന് എഴുതി ഒക്കെ കാണാം. നല്ല കിതപ്പുണ്ട് ഞങ്ങൾക്ക്, അതാണ് പറയുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ട്. ശ്രീ വേലായുധർ കോവിൽ. പിന്നെ ഇവിടെയാണ് ഷൂകൾ അഴിച്ചു വെക്കാനുള്ളത്. ഇതാ ഈ ഭാഗത്ത്. അപ്പോൾ നേരത്തെയുള്ള അവിടെയല്ല, ഇവിടെയാണ് അത് കീപ്പ് ചെയ്യാനുള്ളത്. ഇവിടെ വെച്ചിട്ട് ഈ ഭാഗത്തേക്കൊന്ന് കയറാം. ഇവിടെ മുകളിൽ കണ്ടോ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ മുകളിലത്തെ ആ ഒരു കാഴ്ചയൊക്കെ കാണാം. ഇനിയിപ്പോൾ ഇതാ ഇതുവഴി അകത്തേക്ക് കയറാം. മയിലിൻ്റെ ഒരു ചെറിയൊരു പ്രതിമയൊക്കെ ഉണ്ട് ഇവിടെ. വേലി ഇവിടെ കാണാം. ഇവിടെ ഇപ്പോൾ പുഷ്പാഭിഷേകവും അതുപോലെ തന്നെ പാലഭിഷേകവും ഒക്കെയാണ്. പാലാണ് ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ പോയ ശ്രീ വേലായുധർ ടെമ്പിൾ. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഈ വഴി അങ്ങനെ നടക്കുകയാണ്. അവിടെ ഇനി എന്താണ് കാണാനുള്ളതെന്ന് നോക്കാം. പിന്നെ ഇവിടേക്ക് ഇതാ ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ ഒരു ഭാഗമില്ല, ഇതിങ്ങനെ നേരെ മുകളിലേക്ക് പോകുന്നു. ഇവിടെ സൈഡിലൊക്കെ കാവടി വേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കാവടിയൊക്കെ പോകുന്ന ഒരു വഴി. എനിക്ക് തോന്നുന്നു ആ കാവടി വരുന്ന സമയത്ത് ആ താഴെ ഭാഗത്ത് തന്നെ കൊണ്ടുവരുന്നതായിരിക്കും അല്ലേ? ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഡേ എന്ന് പറഞ്ഞാൽ തൈപ്പൂസം. മുരുകന്റെ അറിയാലോ, അതെ, ആ സമയത്താണ്. ആ ഒരു സമയം കഴിഞ്ഞ 2 മാസം മുന്നേ അങ്ങാണ്ടാണെന്ന് തോന്നുന്നു തീർന്നത്. ശ്രീ വല്ലി ദേവനായി മുരുകൻ. നമ്മൾ ആ ഇപ്പോൾ വന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു
മുകൾ ഭാഗത്തുനിന്നുള്ള കാഴ്ച കണ്ടോ? ലൈറ്റൊക്കെ ഇട്ട് മനോഹരം തന്നെയാണ്. ഇനിതാ ഇവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു പാറയുടെ ഇടഭാഗത്തേക്കാണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം ഇവിടെയാണ്. ഇവിടെ ഹിന്ദു മതസ്ഥർ മാത്രമല്ല കേട്ടോ, എല്ലാ മതത്തിൽ നിന്നുള്ള ആൾക്കാരും ഈ ഭാഗത്തേക്ക് കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് പോവാം. ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗം മാത്രമാണുള്ളത്. പിന്നെ ഇവിടെയൊക്കെ ഓരോരോ പ്രതിമകൾ മാത്രമാണുള്ളത്. ഈ ചുറ്റുഭാഗത്തു നിന്നുള്ളതാ എന്തായാലേ ഒരു മഴ പെയ്യുമ്പോൾ ഇതാ ഈ ഭാഗത്ത് മാത്രം പെയ്യും. ഓ, അതൊക്കെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആകും. ഇവിടെ പൂവൻകോഴികളുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്നത് അങ്ങ് അവിടെയുണ്ട് കറുപ്പ്, പിന്നെ ഇവിടെ ഉണ്ട്, ഒന്നിതാ ഇവിടെ ഉണ്ട്. അപ്പോൾ മുന്നിൽ തന്നെ 3 എണ്ണത്തിനെ കാണാം. ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് അറിയില്ല കേട്ടോ. ഞാൻ മുരുകൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് ഇതുവരെ കോഴീനെ കണ്ടിട്ടില്ല. നമ്മളിനിപ്പോൾ തിരിച്ചിറങ്ങുവാണേ. എന്തായാലും താഴെ എത്താൻ ഒരു 5 മിനിറ്റ് എടുക്കും. തിരിച്ചിറങ്ങാനാണ് ഇത് ഇത്രയും തിരക്ക്. പതിയല്ലേ ആൾക്കാർ ഇറങ്ങുന്നുള്ളൂ. അതിലൂടെ റോഡൊക്കെ കാണാം. അങ്ങനെ ഇറങ്ങി ഏറ്റവും താഴെ എത്തിയേ. ഇവിടെ ഇതാ ഏറ്റവും വലിയൊരു മുരുകൻ്റെ പ്രതിമ. ഇവിടെ നിന്ന് ഇങ്ങനെ വേണം നോക്കാൻ. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇവിടെ വരിക എന്നുള്ളത്. എന്തായാലും വരാനായി സാധിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ നിന്ന് മടങ്ങുകയാണ്. ഇവിടെ രാവിലെ 6 മണിക്കാണ് ഓപ്പൺ ആവുന്നതെന്ന് പറഞ്ഞില്ലേ, രാത്രി 10 മണിക്കാണ് ക്ലോസ് ആവുക. ഇനിയിപ്പോൾ ഇവിടുന്ന് സിറ്റീൻ്റെ ഭാഗത്തേക്ക് എന്തായാലും ട്രെയിൻ മാർഗം പോകുന്നില്ല, നമുക്ക് ഗ്രാബ് ബുക്ക് ചെയ്യാം, അതായത് ടാക്സി, അതുവഴി നമുക്ക് പോവാം. ട്രെയിൻ ഇറങ്ങിയത് അങ്ങാ ഭാഗത്താണേ. ഈ വലിയൊരു മല ഇതാ ഇവിടെ മുതൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നു. അതിൻ്റെ ഈ ഒരു നടുഭാഗത്ത് തന്നെയാണ് മുരുകൻ്റെ ആ ഒരു മലയുള്ളത്, നമ്മൾ പോയ ആ ഒരു ഗുഹ. ഇനിയിപ്പോൾ ഈ സ്ഥലത്തിനോടൊക്കെ ഇവിടെ പറയുകയാണ്, ഇതിലൂടെ നേരെ പുറത്തേക്ക് പോവാം. എന്നിട്ട് ആ പുറത്തുനിന്ന് എന്തായാലും ടാക്സി ആക്കാം. ഇവിടുത്തെ ബസ്സുകളൊക്കെ നല്ല കിട്ടിലം ബസ്സുകളാണ്. മുഴുവൻ AC ബസ്സുകൾ മാത്രമേ ഉള്ളൂ. നല്ല ലുക്കല്ലേ കാണാൻ. ഇവിടെ ഒരു വലിയൊരു കവാടമുണ്ട്. ആ കവാടത്തിൻ്റെ അവിടെ ലൊക്കേഷൻ വെക്കാം. ഞങ്ങൾ ട്രെയിനിൽ തന്നെയാണ് പോകുന്നത്. ഗ്രാബിന് നല്ല പൈസയാണ്. ഇവിടുന്ന് 60 റിങ്കറ്റാണ് കാണിക്കുന്നത്. ഇത് ഈ വരുന്നൊരു ട്രെയിനില്ലേ, ഇതിപ്പോൾ 12:10 തിരിച്ചു പോകും. ഇപ്പോൾ 11:55. പെട്ടെന്ന് തന്നെ പോയിട്ട് ടിക്കറ്റ് എടുക്കാം. ഓടാ, അല്ലെങ്കിൽ ട്രെയിൻ പോകും. ഇവിടെ കൗണ്ടറിൽ നല്ല തിരക്കാണ്. ഞങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് ഈ മെഷീനിൽ നിന്ന് ടിക്കറ്റ് എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഇതിവിടെ കാണിച്ചകത്തേക്ക് കയറാം. ഞങ്ങൾ തിരിച്ച് KL സെൻട്രലിലേക്കല്ല ട്രെയിൻ ടിക്കറ്റ് എടുത്തത്, കോലാലംപൂരിലേക്കാണ്. കാരണം അവിടെയാണ് ഞങ്ങളുടെ റൂമൊക്കെ വരുന്നത്. വണ്ടി പുറപ്പെടാൻ ഒരു 3 മിനിറ്റും കൂടിയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ കയറിയേക്കാം. ഇതൊക്കെ ലേഡീസ് ഓൺലി കോച്ചാണ്. 12:35 കോലാലംപൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെത്തി. ഇതിലൂടെ ഒരു ഗുഡ്സ് ട്രെയിൻ വരുന്നത് കാണാം. നമ്മൾ കോലാലംപൂരിൽ നിന്ന് ഇതാ ഇതുപോലെയുള്ള നല്ല കിടിലൻ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഇപ്പം ഇതുവഴി നേരെ പുറത്തേക്ക് ഇറങ്ങാം. ഇതിനെ പറയുന്ന പേര് ETS എന്നാണ്. ETS. ഇതിൽ തന്നെ പ്ലാറ്റിനം ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പ്രസ്സും ഉണ്ട്. ഇത് ഇവിടെ ETS എന്ന് എഴുതിയത് കാണാം.
ഇങ്ങനത്തെ കുറച്ച് വണ്ടിയിൽ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് ട്രെയിൻ സർവീസ് എന്നാണ് ETSന്റെ ഒരു ഫുൾ ഫോം. ഇലക്ട്രിക്കൽ ലുക്കല്ലേ വണ്ടി, ഒരു ബുള്ളറ്റ് ട്രെയിനിന്റെ ഒരു ഫ്രണ്ടിലെ ലുക്ക് പോലെ തന്നെയാണ് പെട്ടെന്ന് കണ്ടാൽ തോന്നിക്കുന്നത്. ഇത് 1ാം നമ്പർ പ്ലാറ്റ്ഫോം ആണ്. നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ട ആ ഒരു ETS. ശരിക്കും ഇതിലൊക്കെ കാണുമ്പോൾ ഇപ്പം തന്നെ യാത്ര ചെയ്യാൻ തോന്നുക, കാരണം അത്രയും നല്ലൊരു കിട്ടില വണ്ടിയാണ് ഇത്. ഇവിടുത്തെ മെയിൻ പ്ലാറ്റ്ഫോം നല്ല വൃത്തിയുള്ള അടിപൊളി പ്ലാറ്റ്ഫോം. നമ്മുടെ ഒരു വന്ദേ ഭാരതില്ലേ, അതിനൊക്കെ പോലെ തോന്നിക്കുന്ന ഒരു ട്രെയിൻ. ഇതിലൂടെ പുറത്തിറങ്ങാൻ പറ്റില്ല, അതിലൂടെയാണ് പുറത്തിറങ്ങാൻ പറ്റുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ മലേഷ്യയിൽ നോൺ AC ട്രെയിനുകളില്ല കേട്ടോ, എല്ലാം AC ട്രെയിനുകൾ മാത്രമേ ഉള്ളൂ. വേറൊരു കാര്യമുണ്ട്, ഈ മലേഷ്യയിലത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ ടിക്കറ്റ് ഇല്ലാതെ ഒരാൾക്കും കയറാനോ ഇറങ്ങാനോ പറ്റില്ല. ഇപ്പോൾ ഇവിടെ സ്കാൻ ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം വേണം നമ്മുടെ രാജ്യത്തും അല്ലേ. പിന്നെ നമ്മളെടുത്ത് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ടും ഇനി പ്ലാറ്റ്ഫോം ടിക്കറ്റ് പോലും ഇല്ലാതെ വലിഞ്ഞു പേര് കയറല്ലേ. എത്ര ഡൽഹിയിലായാലും നമ്മുടെ കേരളത്തിലായാലും പോലും എത്ര ആൾക്കാർ ഇങ്ങനെ വേണ്ടാതെ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നല്ലേ. അതുകൊണ്ട് പകൽ തന്നെ ഇങ്ങനെ തന്നെ ഭയങ്കര മോഷണമുണ്ട് എന്ന് വെച്ചിട്ട് ഇവിടെ മോഷണം ഇല്ലാന്നല്ല, ഇവിടെ നൈറ്റ് അത്ര വലിയ സേഫ് ഒന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവരണം നമ്മുടെ നാട്ടിലും. ഇതൊരു പഴയ റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ വലിയ തിരക്കൊന്നും തന്നെ ഇല്ല. ഇനിയിപ്പോൾ നമ്മുടെ റൂമൊക്കെ ഉള്ളത് അങ്ങോട്ടാണ്, ഇതിലൂടെ തന്നെ നടന്നു പോവാം. ബാത്തു കേവ്സിലേക്ക് വളരെ ചിലവ് കുറച്ച് എങ്ങനെ പോകാമെന്നാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. ഞങ്ങൾ ആദ്യം ഒരു കേവിൽ പോയില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയാൽ മതി. അവിടെ കുറച്ച് പൈസ കൂടുതലാണ്. അല്ലെങ്കിൽ പിന്നെ നേരെ മുരുകൻ്റെ ആ ഒരു പ്രതിമക്ക് പുറകിലുള്ള വലിയൊരു ഗുഹയില്ലേ, നമ്മുടെ ക്ഷേത്രമൊക്കെ വരുന്നത്, അവിടെ പോയാലും മതി. അവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലവേ ഉണ്ടാവില്ല. അവിടേക്കുള്ള എൻട്രി ഒക്കെ ഫ്രീ ആണ്. ഞങ്ങൾ ആദ്യം പറഞ്ഞൊരു ഭാഗത്തേക്ക് ഞങ്ങൾ പോകാൻ കാരണം മലേഷ്യയിൽ വന്നതിന് ശേഷം പിന്നെ രണ്ടാമതൊന്നും വരാൻ അങ്ങനെ ഇല്ല, പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവിടെ പോയത് തന്നെ. പിന്നെ പറഞ്ഞാൽ ഇങ്ങോട്ട് മെട്രോയിൽ വരുന്ന സമയത്ത് കൃത്യസമയത്ത് തന്നെ കിട്ടിയത് വളരെയധികം ഉപകാരപ്പെട്ടു. ഞാനിരുന്ന വേറെ സീറ്റിൽ, മനു ഇരുന്ന വേറെ സീറ്റിൽ. എൻ്റെ അടുത്തുണ്ടല്ലോ ഒരു ചേട്ടനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറെ സംസാരിച്ചു, പുള്ളി നല്ല രീതിയിൽ തമിഴ് സംസാരിക്കുന്നു. ഞാൻ വെച്ചു ഇന്ത്യക്കാരനാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലൊക്കെ ആണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് സംസാരിച്ചു. നമ്മൾ പക്ക തമിഴ് തന്നെയാണ്, ഒരു മാറ്റമില്ല അതിൽ. സംസാരിച്ചിട്ടുണ്ടല്ലോ. പുള്ളിക്കാരൻ എവിടെയാണെന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇന്ത്യയിലാണ്. പുള്ളിക്കാരൻ വിചാരിച്ചു ഞാൻ മലേഷ്യക്കാരനാണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓ നിങ്ങൾ ഇന്ത്യക്കാരനാണ്, ഞാൻ ഇന്ത്യക്കാരനാണെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഇന്ത്യക്കാരനല്ല, ഞാൻ സിംഗപ്പൂർ സ്വദേശിയാണ്, ഞാൻ ഇന്ത്യയിൽ വന്നിട്ട് പോലും ഇല്ലാന്ന്. ഇത് ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു തമിഴ് എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് എവിടെയൊക്കെ ഉണ്ട്. അതായത് നമുക്കിനിപ്പോൾ സിംഗപ്പൂരിൽ പോയാലും ലാംഗ്വേജ് ഒരു പ്രശ്നമാവില്ല. അല്ല. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ബൈ.